വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാകരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ചതുപഞ്ചാശത്തമോധ്യായ. 54-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഇതി സർവേ സുസംരബ്ധാ വാഹാനാരുഹ്യ ദംശിതാ സ്വൈർബലൈർ പരിക്രാന്താ അന്യേയുർധൃതകർമ്മുകാ താനാവതത ആലോക്യ യാദവാനീകയൂഢവാ തസ്തുസ്തൽ സമ്മുഖാരാജൻ വിസ്ഫൂർജ്യ സ്വധനുംഷിതേ. അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാ മുമുജുശരവർഷാണി മേഘാ അദൃശ്വമോ യഥാ. ശ്രീ ശിവബ്രഹ്മർഷി ആ ഭഗവാൻ രുക്മിണിയെ ആ രാജാക്കന്മാരൊക്കെ ഇടയിൽ നിന്ന് അപഹരിച്ച് കൊണ്ടതിന് ശേഷമുള്ള കഥ പറയുകയാണ്. ആ തങ്ങൾക്ക് പറ്റിയ ആ കൊള്ളരുതായ്മകളെ പറ്റി ഇപ്രകാരം പറഞ്ഞ് അവരെല്ലാവരും സുസംരബ്ധ വേണ്ട രീതിയിൽ ആയുധങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് കവചങ്ങളൊക്കെ അണിഞ്ഞ് അമ്പും വില്ലുമൊക്കെ എടുത്ത് തങ്ങളുടെ വാഹനങ്ങളായിട്ട് കയറിയിട്ട് സ്വൈർ ബലൈ പരിക്രാന്ത തങ്ങളുടെ ആ സൈന്യങ്ങളുമായിട്ട് അന്യൂർ ധൃതകാർമുക ആയുധങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാന്റെ തേരിൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പാഞ്ഞു കേട്ടോ. ആ യാദവരുടെ ആ സേനാനായകന്മാർ അപ്പളേക്കുണ്ടല്ലോ ബലരാമൻ്റെ കൂടെ വന്നുള്ള അവരിലെ ശത്രുക്കളെങ്ങനെ പിന്നാലെ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് അവരവരുടെ വില്ലൊക്കെ കൊലച്ച് ഞാണൊക്കെ കെട്ടി മുഖാമുഖം തിരിഞ്ഞങ്ങട് അവർ യാദവ സൈന്യം അങ്ങോട്ട് നിന്നു. ഇങ്ങനെ അസ്ത്രപ്രയോഗത്തിൽ നിപുണരായിട്ടുള്ള ആ യാദവന്മാർ എങ്ങനെ കുതിര എങ്ങനെയാണ് ഈ ശത്രുക്കൾ എങ്ങനെയാണ് അപ്പോഴേക്കും യാദവന്മാരുടെ ശത്രുക്കളുള്ള ഈ ജരാസന്ധൻ കൂട്ടരൊക്കെ ഓരോരോ ചില അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ കോവിദ അവരെല്ലാവരും ഇങ്ങനെ ആനയുടെ കഴുത്തിലുള്ള ചിലർ തേരിലിരുന്നു കൊണ്ടാണ് ചിലർ കുതിരപ്പുറത്ത് കയറിയിട്ട് അവരെല്ലാവരും അങ്ങനെ തങ്ങളുടേതായിട്ടുള്ള ആ ശരവർഷാണി മുമുചു മേഘ അദൃശ്വപോയഥ. അതായത് അവരങ്ങനെ ശരവർഷം അങ്ങോട്ട് പൊഴിച്ചു. ഏതുമാതിരി മേഘങ്ങൾ കുന്നുകളുടെ മുകളിൽ മഴ പെയ്യില്ല അതുമാതിരി. പത്യുർബലം ശരാസാരൈർ ഛന്നം വീക്ഷ്യ സുമധ്യമാ സംവ്രീഡമൈക്ഷൽ തദ്വക്രം പയവിഹ്വലലോചനാ പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനേ വിനക്ഷത്യതിനൈവൈതൽ താവകൈശാത്രവം ബലം. ആ സമയത്ത് തൻ്റെ പത്യുർബലം ഇങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെയും അതുമാതിരി യാദവന്മാരുടെ സൈന്യം ഇപ്രകാരം ശത്രുക്കളുടെ ശരവർഷം കൊണ്ടങ്ങനെ മൂടപ്പെട്ടതായി കണ്ടിട്ടുള്ള സുമധ്യമാ ആ രുക്മിണി എന്ന് പേടിച്ച് എന്താണ് ഭയവിഹ്വലോ അതിനെ പേടിച്ചിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് സംവ്രീഡമൈക്ഷൽ തത്വക്രം ഒന്നങ്ങനെ ആ ഭഗവാന്റെ മുഖത്തേക്ക് ലജ്ജാസമേതമായിരുന്നു അങ്ങനെ നോക്കി. എന്താ ശരാഞ്ഞി ഉണ്ടാവുക എന്നുള്ള ഭാവത്തിലാണ് ആ ഭഗവാനെ നോക്കിയത്. അപ്പോൾ ഭഗവാന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ പ്രഹസ്യ ഭഗവാൻ ഒന്നങ്ങനെ ഒരു മന്ദഹാസത്തോടുകൂടി ഭഗവാൻ പറഞ്ഞു, മാസ്മഭൈർ വാമലോചനേ സുന്ദരി ഇതൊന്നും കണ്ട് അവര് പേടിക്കണ്ട എന്ന് പറയാണ്. ഉടനെ തന്നെ വിനക്ഷത്യതിനൈവൈതൽ ഈ ശത്രു സൈന്യത്തിനെ മുഴുവൻ ഞാൻ അധികം വൈകാതെ തന്നെ ഇവരെല്ലാവരെയും നിഷ്പ്രയാസം നശിപ്പിക്കും, അല്ലെങ്കിൽ ഇവരെ എന്നാൽ നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു ഭഗവാൻ. തേഷം തദ്വിക്രമം വീരാ ഗതസംഘർഷണാദയ അമൃഷ്യമാണാനാരാജൈർ ജഗ്ദുർഭയഗജൻ രഥൻ പേരു ശിരാം ശിരദിനം അശ്വിനം ഗജിനം ഭുവി സകുണ്ടലകിരീടാനി സോഷ്ണീഷാണി ച കോടിശാ.
അപ്പോഴേക്കും ഭഗവാൻ മാത്രമല്ല ഗദൻ, ബലരാമൻ തുടങ്ങിയുള്ള മറ്റുള്ള ഭഗവാന്റെ കൂടെയുള്ള ഗത സംഘർഷണ അവരുണ്ടല്ലോ, ആ യാദവ് സൈന്യത്തിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും തങ്ങളുടെ നേർക്ക് ഈ ശത്രുക്കളുടെ ഈ അസ്ത്രപ്രയോഗം തീരെ സഹിക്കാൻ വയ്യാണ്ട് അങ്ങോട്ട് കോപം വന്നിട്ട് എന്ത് ചെയ്തു, പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് ആ ശത്രുപക്ഷത്തിലെ കുതിരകളെയും ആനകളെയും രഥകളെയും പെയ്തു. ശിരാംശി രഥിനാം അശ്വിനാം ഗജിനാം അങ്ങനെ അർത്ഥം അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങി പറയുകയാണ്. രഥത്തിലും കുതിരപ്പുറത്തും ആനപ്പുറത്തും വന്ന് ആ ശത്രുക്കളുടെ ആ കുണ്ടലങ്ങൾ, കിരീടങ്ങൾ, തലപ്പാവതൊക്കെ താഴ്ത്തിക്ക് അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞാൽ ഇങ്ങനെ വീഴാൻ തുടങ്ങി. കോടിക്കണക്കിനാണ്. സോഷ്ണീഷ അണിച്ച കോടിശ ഹസ്താ സാസികദേശ്വാസ കരഭാ ഊരവോ അംഘ്രയ അശ്വശ്വതരനാഘോഷ്ട്ര ഖരമർത്യശിരം സിജ. സാസി ഗത വിശ്വാസം എങ്ങനെയാണ് ഓരോരുത്തരുടെ കയ്യിലെ വാള്, ഗത, വില്ല് പിന്നെ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളോട് കൂടിയിട്ടുള്ള കൈകളും, ഹസ്ത കരഭ കൈത്തണ്ടുകളും, ഊരവ തുടകളും, അംഗ്രയ കാലുകൾ അങ്ങനെ താഴ്ത്തിക്ക് അങ്ങനെ തെറിച്ച് അങ്ങനെ വീഴാൻ തുടങ്ങി. ഭഗവാന്റെ ആ യാദവ സൈന്യത്തിൻ്റെ ശരവർഷം കൊണ്ട് അശ്വതര നാഗ ഉഷ്ട്ര ഖര മർത്യ ശിരാംശിക കുതിരകൾ, കോവർക്കഴുതകൾ, ആനകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ, കാലാളുകൾ ഇവരുടെയൊക്കെ ഇങ്ങനെ തലകളങ്ങനെ തെറിച്ച് അങ്ങനെ നിലത്ത് വീഴാൻ തുടങ്ങി. ഹന്യമാന ബലാനീക വൃഷ്ണിഭൃജയകാംക്ഷിഭി രാജാനോ വിമുഖാ ജഗ്മുർ ജനാസന്ധപുരസ്സരാ ശിശുപാലം സമഭ്യേത്യ ഹൃതധാരമിവാതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യൽ വദനമബ്രുവൻ. ശുഷ്യൽ വദനം അബ്രുവൻ. ഇങ്ങനെ അന്യമാന തങ്ങളുടെ ആ സൈന്യത്തെ മുഴുവൻ അങ്ങനെ ആ വൃഷ്ണിഭി ആ ജയകാംക്ഷിഭി യുദ്ധത്തിൽ ജയിക്കാനാകാ ഒരുങ്ങിക്കൊണ്ടുള്ള യാദവന്മാരാൽ ഇങ്ങനെ തകർക്കപ്പെട്ടത് കണ്ടിട്ട് ഈ ജരാസന്ധന്റെ പക്ഷത്തും ശിവാല ആ രാജാക്കന്മാരിൽ അവരെല്ലാവരും വിമുഖന്മാരായി. ജഗ്മു അവരെല്ലാവരും വിമുഖന്മാരായിട്ട് എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ പിൻവാങ്ങാൻ തുടങ്ങി എന്ന് പറയുകയാണ്. യുദ്ധവിമുഖരായി തീർന്നു. എന്നിട്ടോ തൻ്റെ ഭാര്യയെ ശിശുപാലനെ ഒരു വിഷമമുണ്ടല്ലോ, എന്താണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയെ അപകരിച്ച് കൊണ്ടല്ലേ ചെയ്ത്, അതുകൊണ്ട് വീര്യം കെട്ട് ഉത്സാഹം നയിച്ചിട്ടുള്ള ശിശുപാലനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അവരിപ്രകാരം പറഞ്ഞു. നോക്കൂ, അതായത് രുക്മിണി തൻ്റെ ഭാര്യയായി കഴിഞ്ഞില്ലായതുകൊണ്ടാണ് ഹൃദധാരമീവ എന്നിട്ട് ഭാര്യയാകുമെന്ന് വെച്ചവളെ മറ്റവൾ അപഹരിച്ചു എന്നാണ് അതിൻ്റെ ആ അവസ്ഥയിലാണ് ഇപ്പൊ ശിശുപാലൻ. ഭോ ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയാപ്രിയയോ രാജൻ നിഷ്ഠാദേഹിരുദൃശ്യതേ യഥാ ദാരുമയീയോഷിൻ നൃത്യതേ കുഹഗച്ഛയാ ഏവമീശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോ. ആ ശിശുപാലനെ ആശ്വസിപ്പിക്കുകയാണ്. ആചാര്യം പറയും, എന്ത് ശിശുപാല, ഈ രുക്മിണി അല്ലെങ്കിൽ വേറെ രുക്മിണി നമുക്ക് പോവുക, ഇവിടുന്ന് നമുക്ക് തടിയും കൊണ്ട് പോവുക എന്നൊക്കെയാണ് ആചാര്യം പറയാറ്. എന്താണ് ഇവിടെ പറയണത്? അല്ലയോ മഹാവിക്രമശാലിയായവനെ, മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ കളയൂ എന്നാണ്. ദൗർമനസ്യം ഇതം ത്യജ. പിന്നെയോ ഈ ജീവിതത്തിൽ പ്രിയം അപ്രിയം എന്നൊക്കെ ധാരാളം വരുന്നുണ്ടല്ലോ, ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്ന് പറയുകയാണ്. ചിലപ്പോൾ സുഖം വരും, ചിലപ്പോൾ അസുഖം വരും. അതങ്ങനെ മിശ്രമുള്ളതാണ് ഈ ജീവിതം. ഏതുമാതിരി ഈ മരം കൊണ്ടുണ്ടാക്കിയുള്ള ഈ ഒരു പെൺപാവ അതിനെ കളിപ്പിക്കുന്നതിൻ്റെ ആ ചരട് വലി പോലെ ഇങ്ങനെ ഇഷ്ടാനുസാരം അതിൻ്റെ ചലിക്കുന്ന പോലെ ഈ ജീവാത്മാവ് ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ട് ഇങ്ങനെ സുഖദുഃഖങ്ങളിൽ അങ്ങനെ വ്യാപരിക്കണമെന്ന് മാത്രമേ വലിയ വേദാന്തൊക്കെയാണ് ഇപ്പോൾ ശിശുപാലനോട് ഇവർ പറയണത്. ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാതിര ത്രയോവിംശതിഭിः സൈന്യൈർജിഗ്യ ഏകമഹം പരം. ആലോചിച്ച് നോക്കൂ, എൻ്റെ കഥയിൽ നലച്ചു 23 അക്ഷൗഹിണി വീതം ജരാസന്ധന പറയണത്. സൈന്യവ്യൂഹത്തോടു കൂടി യുദ്ധം ചെയ്തിട്ട് 17 പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു ഇവരാൽ, ഈ രാമകൃഷ്ണന്മാരാണ്. എന്നിട്ട് ഒടുവിൽ 1 മാത്രം 18ാമതയിൽ ഞാൻ ജയിച്ചു. അപ്പോഴേക്ക് അവർ പലായനം ചെയ്തു. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും സുഖിക്കിയിരിക്കും. തഥാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കരിയിൽ കാലേന ദൈവയുക്രേന ജാനൻ വിദ്രാവിതം ജഗൽ. ഞാൻ ആ പരാജയപ്പെട്ട സമയത്ത് അധികം ദുഃഖിയുണ്ടായില്ല, ഒരു തവണ ജയിച്ചപ്പോൾ സന്തോഷിക്കുണ്ടായില്ല. കാരണം ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഈശ്വരനാൽ പ്രേരിതമായുള്ള കാലം കൊണ്ട് ഓടിക്കപ്പെടുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതന്നെയാണ് ഞാൻ വിഷമിക്കാതിരുന്നത്. അധുനാപി വയം സർവേ വീരയൂഥവയൂഥവാ
പരാജിത ഫൽഗുതന്ത്രൈർ യദുഹി കൃഷ്ണപാലിതൈ രിവവോ ജിഗ്യുരധുന കാല ആത്മാനുസാരിണി തഥാ വയം വിജയിഷ്യാമോ യഥാ കാല പ്രദക്ഷിണ. ഇപ്പൊ നോക്കൂ, ഇപ്പോഴും ആ മഹാവീരന്മാരികൾ ഏതാണ് യൂതഭ മഹാവീരന്മാരിൽ വെച്ച് ഏറ്റവും വീരന്മാരായിട്ടുള്ള സേനാനികളായിട്ടുള്ള നാം ഇപ്പം കേവലം നിസ്സാരന്മാരായിട്ടുള്ള നിസ്സാര സംഖ്യയോട് കൂടിയിട്ടുള്ള ആ യദുക്കളാൽ പരാജിതരായി, യാദവന്മാരാൽ പരാജിതരായി എന്ന് പറയാണ്. കാരണം അതിൻ്റെ കൃഷ്ണപാലിത അതിൻ്റെ നേതൃത്വം ആ ശ്രീകൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഏതായാലും ആ ശത്രുക്കൾ ജയിച്ചു. കാരണം അവർക്ക് അനുകൂലമാണ്. ഇനി ആ കാലം നമുക്ക് അനുകൂലമായിട്ട് തിരിഞ്ഞു വരും, അപ്പം നാം തന്നെ ജയിക്കും. അതുവരെ കാത്തിരിക്കാം എന്നാണ് ജരാസന്ധൻ മുഖ്യ വക്താവായിട്ടുള്ള മറ്റുള്ള രാജാക്കന്മാരൊക്കെ കൂടി ഇത് ശിശുപാലനെ സമാശ്വസിപ്പിച്ചത്. ഏവം പ്രബോധിതോ മിത്രൈ ചൈദ്യോഗാൽ സാനുഗപുരം അപശേഷാ പുനസ്തേവി യയു സ്വം സ്വം പുരം നൃപാ. ഇങ്ങനെ തൻ്റെ ചങ്ങാതികളാൽ ആശ്വസിക്കപ്പെട്ടവനായുള്ള ശിശുപാലൻ തൻ്റെ അനുചരന്മാരോട് കൂടിയിട്ട് സ്വരാജ്യത്തിലേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെയോ ആ യുദ്ധത്തിൽ മരിച്ചവരൊഴിച്ചുള്ള ബാക്കിയുള്ള രാജാക്കന്മാരും തങ്ങളുടെ രാജധാനിക്ക് സ്വം സ്വം പുരം അവരും തിരിച്ചുപോയി എന്ന് പറയുകയാണ്. പക്ഷേ രുക്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിസഹൻ സ്വസു പൃഷ്ടോന്യുഗമൽ കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലി. പക്ഷേ ഇതുണ്ടല്ലോ, രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മിക്ക് ഒട്ടും സഹിച്ചില്ല. ഈ തൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ വന്നിട്ട് തൻ്റെ സഹോദരി ഇങ്ങനെ രാക്ഷസതി പ്രകാരം അപഹരിച്ചുകൊണ്ട് വിവാഹം കഴിച്ചില്ലേ, തീരെ സഹിച്ചില്ല രുക്മിക്ക്. എന്നിട്ട് വേഗം എന്ത് ചെയ്തു, ഇവരെന്നൊക്കെ പിന്തിരിഞ്ഞു പോയിന്നും ശ്രദ്ധിക്കാണ്ട് തൻ്റെ ഒരക്ഷൗഹിണി സൈന്യത്തോടും കൂടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിന്നാലെ രുക്മി അങ്ങോട്ട് പോയി. പൃഷ്ടോ അന്യുഗമൽ കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലി രുക്മ്യമർഷി സുസംരബ്ധ ശൃണ്വതം സർവഭൂജം പ്രയജ്ഞേ മഹാബാഹുർദംസിത സചരാസനം അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യുഹ്യജ രുക്മിണീം പുണ്ഡിനം ന പ്രവേശ്യാമി സത്യമേതൽ ബ്രവീമി വാ. ഇങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ പിന്തിരിഞ്ഞു പോയപ്പോഴേക്ക് രുക്മിക്ക് ആ കോപമുണ്ട്. രുക്മി ആ അമർഷത്തോടു കൂടിയിട്ട് യുദ്ധസന്നദ്ധനായിട്ട് മറ്റുള്ള രാജാക്കന്മാരൊക്കെ കേൾക്കണ സമയത്ത് ഇങ്ങനൊരു പ്രതിജ്ഞയും ചെയ്തു. ആ അഹത്വാ സമരേ കൃഷ്ണം, ഈ കൃഷ്ണനെ യുദ്ധത്തിൽ വധിക്കാതെയും എൻ്റെ സഹോദരിയായിട്ട് രുക്മിണിയെ വീണ്ടെടുക്കാതെയും ഞാനിനി ഈ കുണ്ഠിനത്തിലേക്ക് മടങ്ങില്ല, ഇത് സത്യം എന്നാണ്. അങ്ങനെ സത്യത്തെ ഈ ഇല്ലേ ഇത്തിക്വാ രഥമാരുഹ്യ സാരഥിം പ്രാഹസത്വര ചോദയാശ്വന്യത കൃഷ്ണ തസ്യ മേ സംയുഗം ഭവേൽ. അദ്യാഹം നിശിതൈർബാണൈർ ഗോപാലസ്യ സുദുർമദേ നീക്ഷ്യേ വീര്യമദംയേന സ്വസാമേ പ്രസവം ഹൃദാ എന്നും പറഞ്ഞിട്ട് രുക്മി എന്ത് ചെയ്തു, തൻ്റെ സാരഥിയോട് പറഞ്ഞു, ദാ വേഗണ്ടല്ലോ ആ കൃഷ്ണൻ്റെ പിന്നാലെ ഇങ്ങനെ എൻ്റെ തേര് നിൽക്കുക പറയാണ്, ഞാൻ ദാ യുദ്ധത്തിന് പുറപ്പെട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ പിന്നാലെ തൻ്റെ തേരിൽ അങ്ങോട്ട് പോയി. എന്നിട്ടോ എന്താ പറഞ്ഞത്, ഞാൻ ഇതാ എൻ്റെ മൂർത്ത ശരങ്ങളെ കൊണ്ട് ആ ദുഷ്ടനായിട്ടുള്ള ആ മാട്ടിടയുണ്ടല്ലോ ആ ഗോപാലൻ, അവൻ്റെ ആ അഹങ്കാരത്തിനെ ഞാൻ ഇന്ന് ശമിപ്പിക്കുന്നുണ്ട്. ആ അഹങ്കൃതി നിമിത്തമാണ് അവൻ എൻ്റെ ആ സഹോദരിയെ ബലാത്കാരമായിട്ട് അപഹരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, കോപിച്ചുകൊണ്ടാണ് രുക്മി പിന്നാലെ പോണത്. വിഗത്തമാന കുമരി ഈശ്വരസ്യ പ്രമാണവിൽ യഥേന ഗോവിന്ദം തിഷ്ടതിഷ്ഠേത്യതാഹ്വയൽ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർബുദ്ധിയായിട്ടുള്ള രുക്മി എങ്ങനെയാണ് ഈശ്വരസ്യ അപ്രമാണവിൽ, ഭഗവാന്റെ മാഹാത്മ്യം എത്രയാണെന്ന് അറിയാത്ത ആ രുക്മി എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോ വീരവാദം മുഴക്കിക്കൊണ്ട് നിക്കടാവടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ തേരിന്റെ പിന്നാലെ അങ്ങോട്ട് പായാൻ തുടങ്ങി. ധനുർ വികൃഷ്യ സുദൃഢം ജഗ്നേ കൃഷ്ണം ത്രിഭിശരൈ അഹതക്ഷണം ദിഷ്ട യദൂനാം കുലവംസന. തൻ്റെ വില്ലങ്ങനെ കൊലച്ചു പിടിച്ച് എന്ത് ചെയ്തു, ത്രിഭിശരൈ ആ 3 ശരങ്ങളെ കൊണ്ട് ആ ഭഗവാന്റെ നേരിട്ട് ഒറ്റ ചെയ്യുന്നുകൊണ്ട് ഭഗവാന്റെ നേരിട്ട് അങ്ങോട്ട് എഴുതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തിഷ്ട യദൂനാം കുലവംസന, അതായത് ഈ യദുക്കളുടെ മുഴുവൻ കുലത്തിനെ മുഴുവൻ കളങ്കണ്ടാക്കുന്നവനെ ശകാരിച്ചുകൊണ്ടാണ്
ഭഗവാന്റെ നേരിട്ട് 3 അമ്പ് ഇതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞത്. കുത്ര യാസി സ്വസാരം മേ മുഷിത്വാധ്വാംശബർഹരി ഹരിഷ്യേദ്യമദം മന്ദ മായിന കൂടയോധിന. എന്താണ് മന്ദാടാ, ബുദ്ധിയില്ലാത്തവനെ, എൻ്റെ സഹോദരിയെ അപഹരിച്ചുകൊണ്ട് എവിടേക്കാണ് നിന്റെ യാത്ര? ഏതുമാതിരി മുഷിത്വാ ദാംക്ഷബിൽ ഹവി, ഒരു കാക്ക ഇതിൻ്റെ പുരോടാശം കുത്തിക്കൊണ്ട് പോണ മാതിരി അല്ലേ നീ എൻ്റെ സഹോദരിയെ അപഹരിച്ചുകൊണ്ട് പോണതെന്നാണ് ചോദിക്കുന്നത് ഭഗവാനോടെ. യാവന്നമേഹതോ ബാണൈ ശരീതാമുഞ്ചദാരികം സ്മയൻ കൃഷ്ണോദനുച്ഛിത്വാ ഷഡ്ഭിർവിവ്യാതരുക്മിണം. ഇങ്ങനെ ഓരോ, അതായത് നീയെ എൻ്റെ സഹോദരിയെ വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ പിതാ എൻ്റെ അമ്പുകളേറ്റ് നീ പിതാ മരിച്ചു വീഴും ഉടനെ തന്നെ എന്ന് പറയുകയാണ്. അത് കേട്ട് സമയത്ത് ഭഗവാൻ ചിരിച്ചും കൊണ്ട് സ്വയം കൃഷ്ണോ ധനിച്ചിത്വാ ഷഡ്ഭിർവിവ്യാത രുക്മിണം, തിരിച്ചു നിന്നിട്ട് തൻ്റെ വില്ലത്തെ അമ്പുകളെ കൊണ്ട് രുക്മിയുടെ വില്ല അങ്ങോട്ട് കൊലച്ചു, അത് വില്ല അങ്ങോട്ട് ഓടിച്ചു. അതിനുശേഷം വേറൊരു 3 അമ്പ് ചെയ്തിട്ട് രുക്മിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അഷ്ടഭിച്ചതുരോവാഹൻ ദ്വാഭ്യം സൂതം ദ്വിജം ത്രിഭി സൂതം ധ്വജം ത്രിഭി സജാന്യധനുരാധായ കൃഷ്ണം വിവ്യാത പഞ്ചരീ തൈസ്ഥാടിതശരൗഘൈസ്തു ചിച്ഛേദ ധനുരച്യുത പുനരന്യതുവാദത്ത തദപ്യച്ഛിനതം വ്യയ പരികം പട്ടിശം ശൂലം ചർമാസീശക്തിരോമരൗ യദ്യദായുധമാദത്ത തത്സർവം സ്വച്ഛിനൽഹൈ. അതിനുശേഷം ആ 8 അമ്പ് ചെയ്തിട്ട് ആ രുക്മിയുടെ 4 കുതിരകളെയും 2 അമ്പ് കൊണ്ട് ആ സോദനെയും 3 അമ്പ് കൊണ്ട് ആ കൊടിയും തേരിൻ്റെ കൊടിയും അങ്ങോട്ട് തകർത്തു. രുക്മി അപ്പോഴേക്കും വേറൊരു വില്ലെടുത്തിട്ട് ഭഗവാന്റെ നേർക്ക് 5 അമ്പ് ചെയ്തു. അപ്പോഴേക്കും ഭഗവാൻ തൻ്റെ അസ്ത്രസമൂഹം കൊണ്ട് ആ രുക്മിയുടെ ആ വില്ലും തകർത്തു. അപ്പോഴേക്കും രുക്മി വേറൊരു വില്ലെടുത്തു, അതിനെയും ഭഗവാനെ എഴുതി മുറിച്ചു. അപ്പോഴേക്കും രുക്മി ഓരോരോ ആയുധങ്ങളാണ് എടുക്കാൻ തുടങ്ങി. ഒരു ഇരുമ്പ് ഒലക്കെടുത്തു, പരികം, പിന്നെ പട്ടിശം, അതായത് കുന്തം, ശൂലം, പരിച, വാള്, വേല, എങ്ങനെ എന്തൊക്കെ ഓരോരോ ആയുധങ്ങളെടുത്ത് ഭഗവാന്റെ നേരിട്ട് പ്രയോഗിച്ചു. അതെല്ലാം സർവം സ്വച്ഛിനൽഹരി, അതിനെല്ലാം ഭഗവാൻ ഖണ്ഡിച്ചു. തഥോരഥൽ അവപ്ലുത്യ ഖഡ്ഗവാണിർജിഗാംസയാ കൃഷ്ണമഭ്യദ്രവൽ ക്രുദ്ധ പതംഗ ഇവ പാവകം തസ്യ ചാപതത ഖഡ്ഗം തിലശർമ്മ കേഷുഭി ചിത്വാസിമാദദേ ദിഗ്മം രുക്മിണം ഹന്തുമുദ്യതാ. അപ്പോഴേക്ക് അങ്ങോട്ട് രുക്മിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. തൻ്റെ തേരിൽ നിന്ന് അങ്ങോട്ട് ചാടിയിറങ്ങി കയ്യിലൊരു വാളും പിടിച്ച് വേഗം ആ ഭഗവാന്റെ നേർക്ക് അങ്ങോട്ട് ഭഗവാന്റെ തേരിലേക്ക് അങ്ങോട്ട് ഓടിയെത്തി എന്ന് പറയുകയാണ്. ഈ വരവ് ഏതുമാതിരി ആയിരുന്നുമാണ്? പതങ്ക ഇവ പാവകം, ഒരു ഈയാമ്പാറ്റ തീയിലേക്ക് വീഴുന്ന മാതിരി അത്ര ക്ഷുദ്രമായിട്ടുള്ള ഒരു രീതിയിലാണ് അവൻ വന്നതെന്ന് പറയുകയാണ്. കാരണം അവൻ അത്ര അപകടമായിരുന്നു അത് കേട്ടോ. ഇവ ഓടി വരുന്ന രുക്മിയുടെ വാള് ഭഗവാൻ ദൂരത്ത് തന്നെ അമ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് തിലശ ചർമ്മ കേഷുഭി, എള്ളിൻപൊരുത്തരികളെ പോലെ നുറുക്കി കളഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? രുക്മിയെ അങ്ങോട്ട് വധിക്കാൻ തൻ്റെ ഉഗ്രമായിട്ടുള്ള വാള അങ്ങോട്ട് ചിത്വാസിമാദദേ തിഗ്മം രുക്മിണം ബന്ധും യഥാ. ആ ഭഗവാന്റെ വാളെടുത്തിട്ട് രുക്മി അങ്ങോട്ട് വധിക്കാൻ പുറപ്പെട്ടു ഭഗവാൻ. ഭ്രാതൃവതോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാതയോർ ഭർത്തുർവാചകരുണം സരീ. ആ തൻ്റെ സഹോദരനെ വധിക്കാനുള്ള ഭഗവാന്റെ ആ ഉദ്യോഗം കണ്ടിട്ട് ഭയവിഹ്വലയായിട്ടുള്ള ആ രുക്മിണി ദേവി വേഗം ആ തൻ്റെ ഭർത്താവായിട്ടുള്ള ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീണിട്ട് വളരെയധികം കരുണയോടുകൂടി അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ അണ്ടും നാരുഹതി കല്യാണ പ്രാതരം മേ മഹാഭുജ. അല്ലയോ യോഗേശ്വര, ആർക്കും അറിയാനാകാത്ത സ്വരൂപമുള്ളവനെ, ദേവന്മാർക്കും കൂടി ദേവനായിട്ടുള്ള ലോകനാഥനായിട്ടുള്ള മംഗളാത്മാവായിട്ടുള്ള മഹാപരാക്രമശാലിയായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എൻ്റെ സഹോദരനെ നിഗ്രഹിക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് രുക്മിണി ദേവി ഭഗവാന്റെ കാൽക്കൽ വീണത്. ശ്രീശുഗോവാച തയാ പരിത്രാസവികംബിരാംഗയാ ശുരാവശുത്യൻ മുഖരുദ്ധകണ്ഠയാ വിശ്രംസിരഹേമമാലയാ കരുണോന്യവർത്തതാ. ശിശുബ്രഹ്മയ്ക്ക് പറയുകയാണ്. അപ്പം ഭഗവാൻ എങ്ങനെയാണ് അതിൽ നിന്ന് അങ്ങോട്ട് പിന്മാറിയെന്ന് എങ്ങനെയാണ്? കാരണം പരിത്രാസ വികംബിത അങ്കയാ, അങ്ങനെ പേടിച്ച് വിറയ്ക്കുന്ന
ശരീര അവയവങ്ങളോട് കൂടിയിട്ടുള്ള ശുച അവശുഷ്യൻ മുഖരുദ്ധ കണ്ടയ ദുഃഖം കൊണ്ട് വരണ്ട മുഖത്തോടും ആ തടയപ്പെട്ടുള്ള ശബ്ദത്തോടും കൂടിയിട്ടുള്ള കാതല്യ വിശ്രംസിത മേഘമാലയാ ആ നടുക്കം കൊണ്ട് അഴിഞ്ഞു പോയിട്ടുള്ള മാലകളൊക്കെ കൂടിയിട്ടുള്ള തയാ ആ രുക്മിണി ദേവിയാൽ ഗൃഹീതപാത തൻ്റെ കാലിൽ വന്ന് പിടിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ കരുണാശാലിയായിട്ടുള്ള ഭഗവാൻ ആ രുക്മിണിയുടെ വധത്തിൽ നിന്ന് അങ്ങട് പിന്മാറി. ചൈലേന ഭദ്വാതമസാധുകാരിണം ശ്മശ്രുകേശം പ്രവപഞ്ചരൂപയൽ യാവന്മമർദൂ പരസൈന്യമദ്ഭുതം യദുപ്രവീര നളിനിന്യതാഗജ. എന്നിട്ട് എന്ത് ചെയ്തു? അസാധുകാരണം തനിക്ക് നേരെ ആക്രമം ചെയ്ത അവനെ ചൈലേന ബദ്ധ്വ അവൻ്റെ ആ ചേല കൊണ്ട് തന്നെ ഉത്തരയും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് തേരിൽ അങ്ങോട്ട് ബന്ധിച്ചിട്ട് ശ്മശ്രുകേശം മീശയും തലമുടിയും കുറേയൊക്കെ മുറിച്ചു. പ്രവപൻ അതായത് വിരൂപകരണം ചെയ്ത് വികൃതനാക്കിയത് തലമുടിയും താടിയും മീശയൊക്കെ അങ്ങനെ കുറേശ്ശെ മുറിച്ചിട്ട് വികൃതനാക്കി. അവൾ അപ്പോഴേക്കും പരസൈന്യം ശത്രുസൈന്യത്തെ മുഴുവൻ യദുപ്രവീര യാദവീരന്മാര് ഗജ നളിനീം മമർദ്ദ അത്ഭുതം. അതായത് ആനകളെ ഒരു താമരപ്പൊയ്കയിൽ ഇറങ്ങിയിട്ട് എങ്ങനെ അങ്ങനെ നശിച്ചതിനെ ഇല്ലാണ്ടേക്കണു അതുപോലെ നിഷ്പ്രയാസം അമർദ്ദിച്ച് അവശരാക്കി. അത്ഭുതം തന്നെ. കൃഷ്ണാന്തികമുഖം വ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷണോ വിഭു വിമുച്യബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീ. അപ്പോഴേക്കും ബലരാമൻ അവിടെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് കൃഷ്ണാന്തികം ഭഗവാന്റെ സമീപത്തെത്തിയിട്ട് തത്ര ഉപവ്രജ്യ തത്ര ഹതപ്രായം യഥാഭൂതം വല്ലാണ്ട് കൊല്ലപ്പെട്ടവനെ പോലെ ആക്കിയിട്ടുള്ള രുക്മിണം ദദൃശു രുക്മിയെ കണ്ടു എന്ന് പറയുകയാണ്. വിഭു കരുണ ഭഗവാൻ സംഘർഷണ. മഹാപ്രഭു ആണെങ്കിലും ദയാലുവായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ രുക്മിയെ കണ്ടിട്ട് ബദ്ധം ദൃഷ്ട രുക്മിയെ ഇങ്ങനെ ബന്ധിച്ചതിട്ട് വിമുച്ച വേഗം ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ടോ കൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം പറയുകയും ചെയ്തു. അസദ്വിധം തയാ കൃഷ്ണ കൃതമസ്മൽ ജുഗുപ്സിതം പവനം ശ്മശ്രുകേശാനം വൈരൂപ്യം സൂതോവധ. കൃഷ്ണ ത്വയാകൃതം നീ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ഇതം ഒട്ടും നന്നായില്ല എന്ന് പറയാണ്. എന്താണ്? അസ്മത് ജുഗുപ്സ നമുക്ക് വളരെ മോശമായിട്ടുള്ള ലജ്ജാവഹമായിട്ടുള്ള പ്രകൃതിയാണ് അങ്ങ് നീ ചെയ്തത്. കാരണം സുഹൃത സ്വന്തം ബന്ധുവായിട്ടുള്ള ഒരാളുടെ ശ്മശ്രുകേശ ഇങ്ങനെ മീശയും തലമുടിയൊക്കെ വടിച്ചു വിടുക എന്നുള്ളതുണ്ടല്ലോ വവനം വിരൂപകരണം ചെയ്യുക എന്നൊക്കെയുള്ളത് അത് ബന്ധുവധത്തിന് മാതിരിയുള്ളതാണ്. അതുകൊണ്ട് വേണ്ടിയിരുന്നില്ല ഈ പ്രവൃത്തി എന്നുള്ള രീതിയാണ് ബലരാമൻ ഭഗവാനോട് പറഞ്ഞത്. ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട് ബലരാമൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉണ്ടായതെന്നും രുക്മിണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രകാരം പറഞ്ഞതെന്നൊക്കെ ചില ആചാര്യന്മാർ പറയാറുണ്ട്. മൈവാസ്മൻ സദ്യസൂയേതാ ഭ്രാതുർവൈരുപ്യചിന്തയാ സുഖദുഃഖതോ നജാന്യോസ്തി യഥ സുഹൃതഭുമാൻ. അതിനുശേഷം രുക്മിണിയെ സമാധാനിപ്പിക്കുകയാണ്. ഏ സാധ്വി സാധുശീലേ ഭ്രാതു വൈരൂപ്യചിന്തയാണ്. തൻ്റെ സഹോദരൻ ഇങ്ങനെ വിരൂപകരണം പറ്റിയതിൽ ഭവതി അസ്മാൻ മാ ഏവ അസു ഞങ്ങളോട് ഒട്ടും തന്നെ കാലുഷ്യമൊന്നും തോന്നരുതേ എന്ന് പറയുകയാണ്. കാരണം സുഖവും ദുഃഖവും ഒക്കെ വരുത്തുന്നത് അന്യജവ് അസ്ഥി വേറെ ആരുമല്ല അവനോൻ തന്നെയാണ്. കാരണം എൽ ഹുമാൻ സുഹൃതഭു നമ്മളെല്ലാവരും അവനോൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തോന്നില്ല. അതുകൊണ്ട് രുക്മിണി ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്, കാലുഷ്യമൊന്നും തോന്നരുത് എന്ന് പറയുകയാണ്. ബന്ധുർവധ അർഹദോഷോവി ന ബന്ധോർവധമർഹതി ത്യാജ്യ സ്വേനൈവ ദോഷേണ അതൊക്കെ ഹന്യതേ പുനാ. വീണ്ടും ബലരാമൻ പറയുകയാണ് ബന്ധു വധാർഹ ദോഷാപി. ഒരു ബന്ധുവായിട്ടുള്ള ആള് അവൻ വധാർഹമായിട്ടുള്ള അപരാധം ചെയ്തവനാണെങ്കിൽ പോലും ബന്ധോ വധം അർഹതി അവൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വധം അർഹിക്കുന്നില്ല. ത്യാജ്യ ഏവ വിട്ടയക്കപ്പെടേണ്ടവൻ മാത്രമാണ് അതിനെ വെറുതെ കൊല്ലാൻ വേണ്ടത്. സ്വേന ദോഷേണ ഏവ അവൻ തൻ്റെ സ്വന്തം ദോഷം കൊണ്ട് തന്നെ ഹതപ്രായനായിട്ടുണ്ട്. പൂന കിം ഹന്യ വീണ്ടും കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അവന് ചെയ്ത തെറ്റുകൊണ്ട് തന്നെ അവൻ ഹനിക്കപ്പെട്ടതിന് തുല്യനായിരിക്കണോ? അവനെ വേറെ വധിക്കൊന്നും വേണ്ട, വിട്ടയക്കന്നെ വേണ്ടത് പറയാണ് ബലരാമൻ. ദേഹ ആദ്യന്ത
ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാവി ഭ്രാതരം ഹന്യാൽ ഏന ഘോരതരസ്തഥാ. പിന്നെ രുക്മിണി ഒരു കാര്യം മനസ്സിലായിക്കോളൂ. ഏന ഭ്രാതരം ഹന്യാൽ ആവി. അതായത് എന്തെങ്കിലും കാരണം കൊണ്ടൊരു സഹോദരൻ തന്നെ തൻ്റെ സഹോദരനെ തന്നെ ഹിംസിക്കാൻ കൂടി സംഗതിയാകുമോ അത് നിമിത്തം ഘോരതമാ അതിഘോരമായിട്ടുള്ള ഈ ധർമ്മം, ഈ ക്ഷത്രിയ ധർമ്മം ഉണ്ടല്ലോ, ഇത് ക്ഷത്രിയാണാം പ്രജാപതി ബ്രഹ്മദേവനാൽ വിധിക്കപ്പെട്ടുള്ള ക്ഷാത്രധർമ്മമാണ്. അതുകൊണ്ട് ക്ഷത്രിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സഹോദരന്മാർ തമ്മിൽ കൂടി മരിക്കാൻ വിരോധമില്ലാത്ത രീതിയിലാണ് നമ്മളുടെയൊക്കെ ഈ ധർമ്മം എന്ന് പറയുകയാണ്. രാജ്യസ്യ ഭൂമേ വിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസ മാനിനോ അന്യസ്യ വാഹേതോ ശ്രീമദാംബാഠിവന്തി. രാജ്യസ്യ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട്, ഭൂമിക്ക് വേണ്ടിയിട്ട്, വിത്ത ധനത്തിന് വേണ്ടിയിട്ട്, സ്ത്രീക്ക് വേണ്ടിയിട്ട്, അഭിമാനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം തേജസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിട്ട് ശ്രീമതാന്ത ഇങ്ങനെ ഐശ്വര്യമെത്താൽ അന്ധത ബാധിച്ച ദുരഭിമാനികൾ മാത്രമേ ഇങ്ങനെ ചോദിക്കേക്കുള്ളൂ എന്ന് ഭഗവാൻ രീതിയിലാണ് ബലരാമൻ പറയുന്നത്. കാര്യമൊക്കെ ശരിയാണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യണം വെച്ചാൽ ദുരഭിമാനിയായിട്ടുള്ള ആളെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കൂ എന്നൊക്കെ പറയുകയാണ്. കാരണം സാത്വികന്മാരായിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ സമനില തെറ്റിയിട്ട് ഇങ്ങനെ പ്രവൃത്തികളൊന്നും ചെയ്യില്ല. തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃതം യന്മന്യസേ സദാ ഭദ്രം സുഹൃതം ഭദ്രമന്യവൽ. സർവഭൂതേഷു ദുർഹൃതാം, അതായത് എല്ലാ ജീവജാലങ്ങളിലും ദുഷ്ടബുദ്ധിയോടു കൂടിയ സുഹൃതാം ബന്ധുക്കളുടെ നേർക്ക് അജ്ഞവൽ അവിവേകിയെ പോലെ ഭദ്രം മന്യസേ ആരെങ്കിലും ക്ഷേമത്തെ വിഭാവനം ചെയ്യുന്നു എന്ന നിന്റെ ഈ വിചാരം വിഷമ, ശരിക്കും പറഞ്ഞാൽ വിഷമമാണ് പറയണത്. സദാ എപ്പോഴും അഭദ്രം, എല്ലാവർക്കും എപ്പോഴും അത് മംഗളായിക്കൊള്ളുന്നില്ല, അത് അമംഗളകരാകാം എന്ന് പറയുകയാണ്. ആൽപമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായയാ സുഹൃദുർഹൃദാസീന ഈ ദേഹാത്മമാനിനം. സുഹൃത്ത്, ദുർഹൃത്ത്, ഉദാസീന, ഇതിങ്ങനെ 3 തരത്തിലുള്ള ആൽപമോഹ ബുദ്ധിമോഹം. ദേഹാൽപമാണ്, ശരീരമാണ് ആത്മാവെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ ഭഗവാന്റെ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണ്. ഏക ഏവ പരോഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ ഗൃഹ്യതേ മൂഢൈർ യഥാ ജ്യോതിർ യഥാ നഭ. ആലോചിച്ച് നോക്കിയാൽ സർവേഷാം ദേഹിനാം അഭി, എല്ലാ ശരീരികൾക്കും ഏതിനും ഉപരിയായിട്ടുള്ള ആത്മാ ഏക ഏവ ഹി, ആ പരമാത്മാവായുള്ള ഒന്ന് തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും ജീവാത്മാവായിട്ട് വർത്തിക്കുന്നത്. എന്നിരിക്കെ ഏവ ഹി മൂഢന്മാരാൽ നാനാ ഇവ ഗൃഹ്യതയെ ഓരോ ദേഹത്തിലും ഓരോ പ്രത്യേകമാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതുമാതിരി ജ്യോതി യഥാ നഭ യഥാഹി, അതായത് ജ്യോതിസ് എന്ന പോലെയോ ആകാശം എന്ന പോലെയോ ആണിത്. അതായത് ജ്യോതിസ് പറഞ്ഞാൽ അതിൽ അഗ്നി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നാണ്. അത് അതിൻ്റെ ഉപാധികൾക്കനുസരിച്ച് വിറകിൻ്റെ വലിപ്പ ചെറുപ്പക്കനുസരിച്ച് പലതായിട്ട് തോന്നില്ലേ, അതുമാതിരി ആകാശം തന്നെ ഒന്നേ ഉള്ളൂ വെച്ചാലോ അതിങ്ങനെ ആ ജലാശയങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കണമായിട്ട് പലതായിട്ട് ഇങ്ങനെ കാണും. അതുമാതിരി ഘടത്തിൻ്റെ ഉള്ളിൽ ഘടാകാശം, പുറത്തും ആകാശം, രണ്ടും ഒന്ന് തന്നെയാണ് ആകാശം. അങ്ങനെ പലതരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞു വെച്ചാൽ ആത്മാവ് ഒന്നേ ഉള്ളൂ, വെറും നമുക്ക് തോന്നലാണ് പലതുണ്ട് എന്നുള്ളതെന്ന് പറയുകയാണ്. ബലരാമൻ ഇവിടെ കൃഷ്ണനോടും രുക്മിണിയോടും മാറി മാറി ഉപദേശിക്കുകയാണ്. കൃഷ്ണനോട് പറയും കൃഷ്ണ നീ ചെയ്ത് നന്നായില്ല പറയും. അപ്പം രുക്മിണിയോട് പറയും രുക്മിണി നോക്കൂ, ഇങ്ങനെ ആ ദുഷ്ടന്മാരായിട്ടുള്ള ആളുണ്ടല്ലോ അവരോട് ഇത് തൻ്റെ ബന്ധുവാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഭാവം ഉണ്ടല്ലോ അത് എല്ലായ്പ്പോഴും നന്നായിക്കൊള്ളണമെന്നില്ല എന്നാണ് പിന്നീട് രുക്മിണിയോട് പറയുന്നത്. അതിനുശേഷം വീണ്ടും പറയും യഥാർത്ഥത്തിൽ സാത്വിക ഭാവത്തിലുള്ള ആൾക്കാരെങ്ങനെയാണ് ഇതെല്ലാം മായ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരോടും വൈരവും അല്ല പലതരം ഭാവമൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒന്നാണെന്നുള്ള ഭാവത്തിലിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദാന്ത തത്വങ്ങളിങ്ങനെ ഉപദേശിക്കുകയാണ് ബലരാമൻ. ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യപ്രാണഗുണാത്മക ആത്മന്യവിദ്യയാ ക്ലിപ്ത സംസാരയതി ദേഹിനം. ആത്മനി അവിദ്യയാ ക്ലിപ്ത, അതായത് യഥാർത്ഥത്തിൽ ആ പരമാത്മാവിൽ അവിദ്യ കാരണം കൊണ്ട് കൽപ്പിതമായിട്ടുള്ളതും
ദ്രവ്യപ്രാണഗുണ ആത്മക ദ്രവ്യങ്ങൾ, പ്രാണങ്ങൾ, ഗുണങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു സംഘാതമായിട്ടുള്ളതുമായിട്ടുള്ള ആദ്യന്തവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയും അന്തവും ഉള്ളതായിട്ടുള്ള ഏഷദേഹ ഈ ശരീരം ദേഹിനം ജീവാത്മാവിനെ എന്തു ചെയ്യണു? സംസാരയതി സംസാരത്തിലേക്ക് അങ്ങനെ വലിച്ചുകൊണ്ട് സംസാരമാക്കി ചെയ്യുന്നു എന്ന് പറയുകയാണ്. അതായത് ആ ബലരാമൻ രുക്മിണിയോട് പറയുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ അങ്ങ് ഭവതിക്ക് ഈ സഹോദര സ്നേഹം എന്നുള്ള ആ ഭാവം ഉണ്ടല്ലോ അത് അപകടമാണ്, അസ്ഥാനത്താണെന്നാണ് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഈ അവിവേകികളായിട്ടുള്ള ആൾക്കാരിൽ ഒരിക്കലും ഈ തരത്തിലുള്ള ഭാവം പാടില്ല. എന്ന് മാത്രമല്ല നമ്മൾ വിവേകം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആത്മാവ് എല്ലാം ആണെന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോട് യോജിപ്പോ വിയോജിപ്പോ വേണ്ട, ആ കാലത്തിനനുസരിച്ച് അവരതിനനുസരിച്ച് വരുമെന്ന് വിചാരിച്ചാൽ മതി. ഏത് മാതിരി വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നേത്രത്തിനും രൂപത്തിനുമൊക്കെ സൂര്യൻ ദൃശ്യത്വം നൽകുന്നു വെച്ചാലും സൂര്യന് സാക്ഷിയാണ്, സൂര്യൻ ഇതിനോടൊന്നും യാതൊരു ബന്ധവുമില്ല. അതുമാതിരി ആത്മാവ് ജനിപ്പിക്കുന്നുമില്ല നശിപ്പിക്കുന്നുമില്ല, ഒന്നിനോടും ബന്ധമില്ലാത്തതാണ് പരമാത്മാവ്. അതെല്ലാം ശരീരത്തിൻ്റെ തോന്നലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രുക്മിണിക്ക് ഉപദേശം കൊടുക്കുന്നത്. ആത്മനോ അന്യേന സംയോഗോ വിയോഗശ്ചാസത സതി തേതുത്വാൽ തൽ പ്രസിദ്ധേൽ ദൃഗ്രൂപാഭ്യാം യഥാരവേ. ഈ സാധ്വി എന്താണ് രുക്മിണി ദേവിയെ വിളിക്കുകയാണ്. രവേ ദൃഗ്രൂപ നേരത്തെ പറഞ്ഞില്ലേ, നേത്രത്തിനും രൂപത്തിനും യഥാ അതായത് ഒരു കണ്ണിനും അതുമാതിരി കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിനും പ്രകാശം ഉണ്ടാക്കുന്നത് ആരാണ്? സൂര്യൻ. ആ പ്രസിദ്ധമാകുന്നതിന് അതിന് കാരണമായിട്ടാൽ ഹേതുത്വാൽ അതിന് ഹേതുവായിട്ട് സൂര്യനെ ഇതുമാതിരി നിൽക്കുന്നു. അതുമാതിരി ആത്മന ആസത ഈ ആത്മാവിനെ തന്നിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അന്യേന മറ്റൊന്നിനോടും സംയോഗ ചേർച്ചയോ വിയോഗ അകൽച്ചയോ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അതൊക്കെ ഒരു വെറും തോന്നലാണ്. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മനക്കുരിൽ കലാനാമിവ നൈവേന്തോർ മൃതിർഹ്യസ്യ കുഹൂരിവാ. ആലോചിച്ച് നോക്കിയാൽ ഈ ജന്മാദി ഭാവങ്ങളെ ആർക്കേ ഉള്ളൂ? ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, അത് ആത്മാവിനില്ല ഒരിക്കലെന്ന് പറയാണ്. ഏതുമാതിരി കലാനാം ഇവ ഇന്തോന്നാ. ചന്ദ്രനെ എങ്ങനെയാണ്? ചന്ദ്രന് ക്ഷയവൃത്തികളുണ്ട്. അതായത് പൂർണ്ണമാസി തൊട്ട് അമാവാസി വരെ അങ്ങനെ ക്ഷയിച്ച് പോവും. അത് കഴിഞ്ഞാൽ അമാവാസി കഴിഞ്ഞാൽ വീണ്ടും വർദ്ധിച്ച് പൂർണ്ണചന്ദ്രനായിത്തീരും. പക്ഷെ ചന്ദ്രൻ ഒന്നും ചന്ദ്രന് ക്ഷയവുമില്ല, ഒന്നുമില്ല. അതൊക്കെ ചന്ദ്രൻ്റെ കലകൾക്കേ ഉള്ളൂ വരുന്നത്. അതുമാതിരി ഈ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ആദിയും അന്തവും ഉള്ളത് ഈ ശരീരത്തിന് മാത്രമാണ്. യഥാശയാന ആത്മാനം വിഷയൻ ഫലമേവച അനുഭുങ്ക്തിപ്യസത്യർത്ഥേ തഥാപ്നോത്യബുധോ ഭവം. ശയാന അർത്ഥേ അസതി അഭി. ആത്മാനം അതായത് ഉറങ്ങണ സമയത്ത് വാസ്തവത്തിൽ ഇല്ലെങ്കിലും കൂടിയിട്ട്, അല്ലെങ്കിൽ വാസ്തവം ഇതൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് തന്നെയും വിഷയങ്ങളെയും അതിൻ്റെ ഫലത്തെയൊക്കെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. സ്വപ്നത്തിൽ ഇതേ ശരീരം കൊണ്ട് നമ്മൾ പലതും അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതൊന്നും വാസ്തവമല്ലല്ലോ. അത് എങ്ങനെയാണോ അതുമാതിരി അഭൂത ബുദ്ധിഹീനായിട്ടുള്ള ആള് ഈ ഭവം ഈ സംസാരത്തെ അനുഭവിക്കണു. അങ്ങനെയുള്ള ഒരു അജ്ഞാനം കൊണ്ട് മാത്രം സ്വപ്നത്തിലെന്ന പോലെ ഇതെല്ലാം അവാസ്തവങ്ങളാണ്. ഈ ജാഗ്രതയിൽ നമ്മൾ കാണുന്നതും ഈ സംസാരവും എല്ലാം അബുദ്ധികൾക്ക് മാത്രമേ ഇതൊക്കെ വാസ്തവമുള്ളൂ. സാധാരണക്കാർക്ക് ഇതൊന്നും വാസ്തവല്ല. തസ്മാൽ അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. അതുകൊണ്ട് ശുചിസ്മിതേ, നല്ല മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നവളെ, അതുകൊണ്ട് അജ്ഞാനജം ആത്മശോഷ വിമോഹനം, ഇങ്ങനെ അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ളതും മനസ്സിനെ ശോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ ദുഃഖത്തെ തത്വജ്ഞാനേന ആത്മതത്വജ്ഞാനം കൊണ്ട് ദൂരീകരിച്ചിട്ട് സ്വസ്ഥാഭവ സ്വസ്ഥയായിട്ട് ഭവിച്ചാലും. ഈ ജീവിതാനുഭവങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ശരീരത്തിന് മാത്രമാണ്, ആത്മാവിനില്ല. സംസാരികളായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ താൻ തന്നെ ശരീരമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണത്. അപ്പോൾ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവാൻ പരിശ്രമിച്ചത് സമ്പാദിച്ചിട്ട് ഈ ദേഹാദികളിലുള്ള അഭിമാനത്തിനെ ഉന്മൂലനം ചെയ്യൂ എന്നാണ് ബലരാമൻ്റെ ഉപദേശം. ഇങ്ങനെ തൻ്റെ
ഒരു അത്യാസക്തി, അതായത് ഈ ഇങ്ങനെ ഇത് മാത്രമല്ല, ഈ ബലരാമൻ്റെ ഈ രുക്മിണിയോടുള്ള വധിക്കാൻ പുറപ്പെട്ടുള്ള ദുഃഖം കൂടിയല്ല, ഇനി താൻ ജീവിക്കാൻ പോകുന്ന വിവാഹ ജീവിത കാലത്ത് കൂടിയിട്ട് ഇതിലൊന്നും അത്യാസക്തയാക്കരുത് എന്ന് പരോക്ഷമായിട്ടുള്ളൊരു ഉപദേശം കൂടിയിട്ടാണ് തൻ്റെ സഹോദരൻ്റെ പത്നിയായിട്ടുള്ള രുക്മിണിക്ക് ഭഗവാൻ ബലരാമൻ കൊടുക്കുന്നത്. ശ്രീശുകൗവാച ഏവം ഭഗവതാ തന്വീ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാധതേ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ് ഇപ്രകാരം രാമേണ പ്രതിബോധിത, ബലരാമനാൽ പ്രകാരം പ്രബോധിതയായിട്ട്, അതായത് മറന്നുപോയുള്ള ജ്ഞാനത്തെ ഉണർത്തപ്പെട്ടിട്ട് മനസ്സിൻ്റെ അവശതകളൊക്കെ വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാധതേ, തൻ്റെ ബുദ്ധി കൊണ്ട്, വിവേകബുദ്ധി കൊണ്ട് മനസ്സിനെ സമാധാനിപ്പിച്ചു. ആര്? തന്വി, സുന്ദരിയായിട്ടുള്ള രുക്മിണീ ദേവി. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദ്വിർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിധത ആത്മമനോരഥ ചക്രേ ഭോജകടം നാമ നിവാസായ മഹൽപുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യുഹ്യയ വീയസീം കുണ്ഡിനം ന പ്രവയ്ക്കാമീത്യുക്ത്വാ തത്താവസൽരുഷാ. നേരത്തെ രുക്മിണി ശപഥം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും രുക്മിണി എന്ത് ചെയ്തു? ഇങ്ങനെ പ്രാണം മാത്രം അവശേഷിച്ചുകൊണ്ടുള്ള അവസ്ഥയിലെത്തി തൻ്റെ ഉദ്ദേശങ്ങളൊക്കെ വിഫലായി, വൈരൂപ്യവും ഭവിച്ചു. ഇനി എന്താണ്? ഇതെല്ലാം അങ്ങനെ ചിന്തിച്ച് വളരെയധികം വിഷമിച്ചിട്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഇനി അതായത് ഈ ദുഷ്ടനായിട്ടുള്ള ഒരു കൃഷ്ണനെ വധിച്ച് തൻ്റെ സഹോദരിയെ തിരിച്ച് വീണ്ടെടുക്കാണ്ട് കുണ്ടിനപുരത്തിലേക്ക് പോവില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു? കുണ്ടിനപുരത്തിൻ്റെ പുറത്തായിട്ട് ഭോജകടം എന്നുള്ള ഒരു നഗരം പണിയിച്ചിട്ട് ചക്രേ ഭോജകടം നാമ നിവാസായ മഹൽപുരം, അവിടെ ഇങ്ങോട്ട് താമസിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഇത് ബലരാമൻ ഉപദേശിക്കുന്ന സമയത്ത് രുക്മിണിയും കേട്ട മാതിരി രുക്മിയും ഇത് കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. രുക്മി ഇത് കേട്ടു വെച്ചാലും അദ്ദേഹത്തിന് തോണ്ടൊന്നും എന്താണ് മനസ്സിന് മാറ്റം വന്നില്ല. കാരണം യാദവന്മാരുടെ ബന്ധുത്വം അംഗീകരിക്കാൻ കൂടി തയ്യാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഭീഷ്മകസുതം ഏവം നിർജിത്യ ഭൂമിവൻ പുരമാനീയ വിധിവൽ ഉപയമേ കുരുദ്വഹ. അതാണ് രുക്മിണീ സ്വയംവരത്തിൻ്റെ ശ്ലോകം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനായിട്ട് ശ്രീകൃഷ്ണൻ ഏവം ഇപ്രകാരം ഭീഷ്മകസുതാം, ഭീഷ്മകന്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ നിർജിത്യ ഭൂമിവാൻ, ദുഷ്ടന്മാർ തന്നെ എതിർത്ത രാജാക്കന്മാരെ ശത്രുരാജ നിശേഷം പരാജയപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് പുരമാനീയ ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുവന്നിട്ട് വിധിവൽ ഉപയേമേ, വിധിപ്രകാരം വിവാഹം കഴിച്ചു. തഥാ മഹോത്സവോ നൃണം യദുപുര്യം ഗൃഹേ ഗൃഹേ അഭൂൽ അനന്യഭാവാനം കൃഷ്ണേ യദുപദൂ നൃപാ. നൃപ പരീക്ഷിത്തെ തഥാ അപ്പോൾ ഈ യാദവ ദ്വാരകയില് യദുപദവും കൃഷ്ണേ യാദവാധിപനായ ശ്രീകൃഷ്ണനിൽ അനന്യഭാവാനാം നൃണാം ഏകാന്തഭാവത്തോടുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള ജനങ്ങളുടെ ഗൃഹങ്ങൾ തോറും മഹോത്സവ വലിയൊരു ഉത്സവ ആഘോഷം പോലെ ആയി തീർന്നു. അത് നരാനാര്യശ്ചമുദിത പ്രമൃഷ്ടമണികുണ്ടല പാരിബർഹമുവാജഹ്രു വരയോ ചിത്രവാസസോ. അവരെല്ലാവരും നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രത്നകുണ്ടങ്ങളൊക്കെ അണിഞ്ഞ് അത്യാനന്ദഭരിതരായിട്ട് പുരുഷന്മാർ സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് വധൂവരന്മാർക്ക് ധാരാളം പാരിതോഷികങ്ങൾ കൊണ്ടുവന്ന് നൽകി. സാ വൃഷ്ണിപുര്യുത്തവിതേന്ദ്രകേതുവിർ വിചിത്രമാല്യംബരരത്നതോരണൈ ഭഗോരിദ്വായുവക്തമംഗളൈർ ആപൂർണകുംഭാഗുരുദൂപദീപകൈ. സാ വൃഷ്ണിപുരി, ദ്വാരകാനഗരം ബഭൗ വിളങ്ങി എന്നാണ്. എങ്ങനെ? ഉത്തപിതേന്ദ്രകേതുഭി, നല്ല ഉയർത്തിക്കെട്ടിയിട്ടുള്ള ഇന്ദ്രധ്വജങ്ങൾ, വിചിത്രങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള മാലകൾ, വസ്ത്രങ്ങൾ, തോരണങ്ങൾ ഒക്കെ ഇത്തരം അലങ്കാരങ്ങളെ കൊണ്ടും ഓരോ ഗൃഹത്തിൻ്റെയും മുൻഭാഗത്ത് വയ്ക്കപ്പെട്ടുള്ള മംഗള പദാർത്ഥങ്ങളാലും പൂർണ്ണ കുംഭങ്ങൾ, അകില് മണക്കുന്ന ധൂപങ്ങൾ, ദീപങ്ങൾ ഇതൊക്കെ കൂടിയിട്ട് അങ്ങനെ ദ്വാരകാപുരിയിലെ എല്ലാ ഗൃഹങ്ങളും അങ്ങനെ വിളങ്ങി. സിക്തമാർഗ മദച്യുദ്ഭിർ ആഹൂത പ്രഷ്ടഭൂഭുജം
ഗജൈർദ്വാസുപരാമൃഷ്ട രംഭാഭൂഗോപശോഭിത ആഹൂത പ്രേഷ്ഠഭൂഭുജാം. അപ്പോഴേക്കും വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തപ്പെട്ടിട്ടുള്ള യോഗ്യന്മാരായ രാജാക്കന്മാരുടെ മതച്യുദ്ധി, അതായത് അവരുടെ ആ മതനീരൊഴുക്കുന്ന ഗജൈ സിക്തമാർഗ, അവരുടെ മതമൊഴുക്കുന്ന ആനകളുടെ ആ മതനീര് കൊണ്ട് അങ്ങനെ നനയ്ക്കപ്പെട്ട മാർഗങ്ങളോട് കൂടിയിട്ടുള്ള ദ്വാസു പ്രവേശന ദ്വാരങ്ങളിൽ അങ്ങനെ വെക്കപ്പെട്ടിട്ടുള്ള മനോഹര കുലവാഴകൾ, അടയ്ക്കാക്കുലകൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ ശോഭിച്ചു ആ ദ്വാരകാപുരി. കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്തയ മിഥോ മൂതിരേതസ്മിൻ സംഭ്രമാൽ പരിതാവതം. കുരുക്കള്, സൃഞ്ജയന്മാര്, കേകയന്മാര്, വിദർഭന്മാര്, യദുക്കള്, അങ്ങനെ അതുമാതിരി കുന്തിവംശം, ഇങ്ങനെ അനവധി അവിടെ നിന്നുള്ള രാജാക്കന്മാരൊക്കെ വന്നിട്ട് അവരെ എല്ലാവരും മൂതിരെ പരസ്പരം കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലപ്രശ്നം ചെയ്തുകൊണ്ടും അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചു ആ വിവാഹോത്സവത്തില്. രുക്മിണ്യം ഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തഥാ രാജാനോ രാജകന്യാശ്ച ബഭൂവൃഷവിസ്മിത. ഇപ്രകാരം രുക്മിണ്യാഹരണം, ഈ രുക്മിണീ ദേവിയുടെ അതിലെ അപഹരണത്തിനെ പറ്റിയുള്ള കഥ കേട്ടിട്ട് അവിടെ ആ ഗാനം ചെയ്യപ്പെടുന്നവരായിട്ട് കേട്ടിട്ട് രാജാക്കന്മാരും രാജകന്യകമാരും അത്യന്തം വിസ്മിതരായി ഭവിച്ചു. ദ്വാരകായാമഭൂൽ രാജൻ മഹാമോദ പുരൗകസം രുക്മിണ്യാരമയോ വേദം കൃഷ്ണം ശ്രിയപ്പതിം. ഹേ പരീക്ഷിത്തേ, ശ്രിയപ്പതി കൃഷ്ണം സാക്ഷാൽ ലക്ഷ്മീവല്ലഭനായിട്ടുള്ള ഭഗവാനെ രമയാ രുക്മിണ്യാ ഉപേദം ദൃഷ്ട്വാ, സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെ ആയിട്ടുള്ള രുക്മിണിയോട് ചേർന്നവനായി കണ്ടിട്ട് ദ്വാരകായാം പുരൗകസാം, ഈ ദ്വാരകയിലെ പുരവാസികൾക്ക് എല്ലാവർക്കും മഹാമോദ അഭൂത്, എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടായിത്തീർന്നു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹേ ചതുഃപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.